പാലക്കാട് അട്ടപ്പാടി കൽക്കണ്ടിയിൽ കഴിഞ്ഞ 5 ദിവസമായി വൈദ്യുതിയില്ല. KSEB ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ ഫോണിൽ കിട്ടുന്നില്ല എന്നും ജനങ്ങളുടെ പരാതി. അട്ടപ്പാടി കൽക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇവിടെ വൈദ്യുതി നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് 4-5 ദിവസം കഴിയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നോ KSEBയിലെ ഓഫീസിലോ വിളിച്ചു കഴിഞ്ഞാൽ ഒരു നടപടിയും ഇവർ ഇതുവരെയും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയുമില്ല. നമുക്ക് എല്ലാവരുടെയും ഫോൺ ഉൾപ്പെടെ ഓഫായിരിക്കുന്ന അവസ്ഥയാണ്. ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന ഒരാളെ വിളിക്കണമെങ്കിൽ ഫോൺ പോലും ഇല്ല. കടകളിൽ മെഴുകുതിരി വരെ തീർന്നിരിക്കുന്ന അവസ്ഥയാണ്. മിനിസ്റ്ററുടെ ഓഫീസ് KSEBയുടെ ഉന്നത അധികാരികളെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും വിളിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ റെസ്പോൺസും കിട്ടുന്നില്ല. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം പ്രൈം ടൈമിൽ ചേരുകയാണ്. ശ്രീജിത്ത്, ഇത്രയും മണിക്കൂറായിട്ടും അവർക്ക് കറണ്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് കുറച്ച് കടുപ്പമായി പോയി. പറയും. തീർച്ചയായും SKN അട്ടപ്പാടിയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പാലക്കാട് നഗരത്തിലടക്കം ചാറ്റൽ മഴ നിന്നിട്ടില്ല. ഇന്ന് ഉച്ചയോടുകൂടി ശക്തമായ മഴയുണ്ടായിരുന്നു. എന്തായാലും ഇതല്ല പ്രശ്നം. 110 kV ലൈനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മരം വീണ് അട്ടപ്പാടി പൂർണ്ണമായി ഇരുട്ടിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി പലയിടങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വീണ്ടും സമയമെടുത്തു. പക്ഷേ നാട്ടുകാരുടെ പരാതി ഈ KSEB ഓഫീസിന് ചുറ്റുമുള്ള മേഖലകളിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കൽ നടന്നുള്ളൂ എന്നാണ് നാട്ടുകാരുടെ ഒരു പരാതിയായിട്ട് ഈ നിലവിലുള്ളത്. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട്. നാട്ടുകാർക്ക് അവരുടെ ഫോൺ പോലും ചാർജ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന പരാതിയാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിയന്തരമായി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലടക്കം വിളിച്ച് പരാതി പറഞ്ഞു. പക്ഷേ മറ്റു തരത്തിലുള്ള നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല എന്ന് പറയുന്നു. KSEB അധികൃതരെ ബന്ധപ്പെടുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല എന്നും പരാതിയുണ്ട്. അടിയന്തരമായി ഈ വിഷയത്തിൽ വൈദ്യമന്ത്രി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. SKN. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.